ഇപ്പോഴും കർത്താവ് ചിലരുടെ കുടുംബ ജീവിതം വീട്ടിനകം ഒരു ജയിൽ പോലെ, ഒരു ധർമാസ്പത്രി പോലെ, ഒരു പോലീസ് സ്റ്റേഷൻ പോലെ, ഒരു സമാധാനമില്ലാതെ കഴിയുന്ന അനേക വ്യക്തികളെ കർത്താവ് ഇപ്പോൾ തന്നെ അവരുടെ കുടുംബ ജീവിതത്തിൽ കരം നീട്ടി ശുദ്ധീകരിച്ച് ചങ്ങലകളെ പൊട്ടിക്കുന്നവൻ. കുടുംബങ്ങളിൽ സമാധാനം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നേരായ അവസ്ഥയെ കർത്താവ് ഇപ്പോൾ സ്ഥാപിക്കുന്നു. ആമേൻ. നമ്പർ 1, ഒന്നാമത് യാക്കോബ് ലേഖനം 4:6 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന, അടുപ്പിക്കത്തില്ല, ഗർവിയ അഹങ്കാരിയ ദൈവം അടുപ്പിക്കുകയേയില്ല. താഴ്മ ഉള്ളവർക്കോ തമ്പുരാൻ കൃപ നൽകുന്ന. ആമേ. അവൻ എല്ലാരെയും നോക്കുന്ന ദൈവം. അവനിൽ ജീവനുണ്ട്. ഞാൻ പ്രസ്താവിക്കുന്ന ദൈവത്തിൽ ജീവനുണ്ട്. എല്ലാരെയും അവൻ്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. സദൃശവാക്യം 3:34 നമ്മെ പഠിപ്പിക്കുന്ന ദൈവം പരിഹാസിയെ നോക്കുന്നു. God's eyes see the scorner. ദൈവം പരിഹാസിയെ നോക്കി ദൈവം പരിഹസിക്കുന്നു. പരിഹാസിയ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 1. രണ്ടാമത് നെഹെമ്യ 9:8 ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടമും ഓടാടിയപ്പോൾ ഒരേ ഒരുത്തൻ്റെ ഹൃദയം, ആബ്രാം എന്നുള്ള ഒരേ ഒരു എബ്രായന്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തം എന്ന് ദൈവം കണ്ട്. ഒരേ ഒരു വിശ്വസ്തനെ ദൈവത്തിൻ്റെ കണ്ണുകൾ നോക്കുന്നു. പരിഹാസിയെ ദൈവത്തിൻ്റെ കണ്ണുകൾ നോക്കുന്നു. 2 ദിനവൃത്താന്തം 16:9 നമ്മെ പഠിപ്പിക്കുന്ന തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ, ശക്തൻ, സൗഖ്യമാക്കുന്നവൻ, അനുഗ്രഹിക്കുന്നവൻ, ഉയർത്തുന്നവൻ, ബലപ്പെടുത്തുന്നവൻ, അഭിഷേകിക്കുന്നവൻ എന്ന് തന്നെത്താൻ കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടമും യഹോവ ദൈവത്തിൻ്റെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഏകാഗ്രയായി ജീവിക്കുന്നവന്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണുകൾ, പരിഹാസികളുടെ മേലും ദൈവത്തിൻ്റെ കണ്ണുകൾ, ദൈവസന്നിധിയിൽ വിശ്വസ്തനായി ജീവിക്കുന്നവന്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണുകൾ. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 138:6 അഹങ്കാരിയ ദൈവം അകന്ന് നിന്ന് കാണുന്നു. ആമേൻ. ദൂരെ നിന്ന് കാണുന്നു. സങ്കീർത്തനം 138:6 പ്രകാരം അവൻ അഹങ്കാരി എന്ന് ദൈവം അറിയുന്നു. അവന് പകരം നൽകുവാൻ വേദപുസ്തകത്തിൽ ഫറവോൻ ഒരു അഹങ്കാരി, നെബൂഖദ്നേസർ ചക്രവർത്തി ഒരു അഹങ്കാരി, അപ്പോസ്തല പ്രവൃത്തികളിൽ ഹീറോദാവ് എന്നുള്ള മന്നൻ രാജാവ് ഒരു അഹങ്കാരി, സൈപ്രസ് ദ്വീപിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന ഒരു ദുർമന്ത്രവാദി ഒരു അഹങ്കാരി. എസെക്കിയേൽ പ്രവചനത്തിൽ ഒരു ലൂസിഫർ, അരുണോയ ബുദ്ധനായ ശുക്രൻ, അവനൊരു അഹങ്കാരി. എല്ലാവർക്കും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക രീതിയിൽ ശമ്പളം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഒരുത്തനും രക്ഷപ്പെടുകയില്ല. ഗർവി ഒരുവനും ദൈവസന്നിധിയിൽ രക്ഷപ്പെടുകയേയില്ല. 80 വയസ്സായ കർത്താവിൻ്റെ അഭിഷക്ത ദാസൻ, യഹോവ ദൈവത്തിൻ്റെ ഉറ്റ സ്നേഹിതൻ മോശെ
தெய்வம் கொடுத்த அதிகார வடியுமாய் பரவோன்ற அரண்மனையில் கடந்து போய் எந்த தெய்வத்தை ஆராதிப்பான் தன்ற ஜனத்தை விட்டயிக்கா. He just conveyed God's commandment. தெய்வத்தின் கல்பனா கைமாறி அவன் ചോദിച്ചു. പുറപ്പാട് 5:2 വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന നിന്റെ ദൈവം ഗർവിയായ ഫറവോനെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന കടൽ തിന്ന് മണിക്കൂറിനകം ചെങ്കടൽ തിന്ന് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാജ്യം ബാബിലോൺ രാജ്യത്തിന്റെ മക ഉന്നതനായ ചക്രവർത്തി ദാനിയേൽ പ്രവചനം 4:30 വചനത്തിൽ താൻ നിർമ്മിച്ച ബാബിലോൺ തൊങ്കുതോട്ടത്തിന്റെ മുകളിൽ ഉലവുമ്പോൾ തന്റെ നാവെടുത്ത് ദൈവസന്നിധിയിൽ അഹങ്കരിക്കുന്ന എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ പണിത ബാബേൽ അവൻ പുല്ല് തിന്നതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഫറവോൻ ഗർവിച്ച ഫറവോൻ അവന് കടൽ തിന്ന് ദൈവസന്നിധിയിൽ അഹങ്കരിച്ച ഞാനെന്ന് അഹങ്കരിച്ച നബൂഖദ്നേസർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ദിവസങ്ങൾക്കകം പുല്ലു തിന്നേണ്ടി വന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 13 വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന സൈപ്രസ് ദ്വീപിന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സെർക്കസ് പൗലോസിന്റെ അടുക്കൽ നിന്ന് ദുർമന്ത്രവാദി എലിമാസ് അഥവാ ബാർ ജീസസ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പൗലോസിന്റെ സുവിശേഷം കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ അടുത്തപ്പോൾ അടുത്ത് വരാതിരുപ്പാൻ തടുത്ത് നിർത്തുവാൻ ശ്രമിച്ച മന്ത്രവാദി അവന് അപ്പോസ്തല പ്രവൃത്തികൾ 13 നമ്മ പഠിപ്പിക്കുന്നു ഇരുള് തിന്ന്. അപ്പോൾ തന്നെ ഉയരത്തിൽ ഇറങ്ങി വന്ന ഇരുട്ട് അവനെ തിന്ന് കുരുടനായി. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 12:23 പുതുവസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് നാവിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്കുപോലും ദൈവത്തെ മഹത്വപ്പെടുത്താതെ അഹങ്കരിച്ച ഹീരോദാവ് മണിക്കൂറിനകം കൃമി തിന്നതായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു എസെക്കിയേൽ 28:17 ഐസയ 14:12 സാത്താൻ പിശാസ് അരുണോയ ബുദ്ധനായ ശുക്രൻ ലൂസിഫർ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു ഞാൻ അത്യുന്നതന് സമനാകും എന്ന് ദൈവത്തോട് മത്സരിച്ചവൻ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു അപ്പോൾ തന്നെ മണ്ണ് തിന്നതായി വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. അഹങ്കാരിക്ക് പകരം നൽകുന്ന ദൈവം, പക്ഷെ എളിയവർക്കോ കൃപ നൽകുന്ന ദൈവം. ആമേൻ, ആമേൻ. സദൃശവാക്യം 3:34 God grants grace to humble. എളിയവർക്കോ കൃപ നൽകുന്ന ദൈവം. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചവൻ മരിച്ചാൽ പിന്നെ ഒരുവനും വേദപുസ്തകത്തിന് വെളിയെ ഉയർത്തിട്ടേയില്ല. പക്ഷെ ബൈബിളിൽ പല സംഭവങ്ങളുണ്ട്. മരിച്ചവൻ ഉയർത്തതായി വേദപുസ്തകത്തിൽ പല സംഭവങ്ങളുണ്ട്. അങ്ങനെ മരിച്ച വ്യക്തികൾ ഉയർത്ത് വേദപുസ്തകം ചരിത്രം നമ്മ പഠിപ്പിക്കുന്നു. അങ്ങനെ ഉള്ള ആളുകൾ എല്ലാവരും മരിച്ചു. മരിച്ചവൻ ഉയർത്ത് പിന്നെ വീണ്ടും മരിക്കാത്തവൻ ഒരേ ഒരുവൻ. പിതാവാം ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും തൻ്റെ ദേഹരൂപത്തിലായി തച്ചനായി ഇറങ്ങി വന്ന ഒരുവൻ. കൊലോസ്യർ 2:9 പ്രകാരം
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 10:30, യോഹന്നാൻ 14:9. നാം കാണുന്ന ഈ പ്രപഞ്ചമെല്ലാം വെളിപ്പാട് പുസ്തകം 4:11 നിർമ്മിച്ച അതേ ഒരുവൻ, സർവത്തെ നിർമ്മിച്ച അതേ ഒരുവൻ. അവസാനം യോഹന്നാൻ എഴുതുന്ന അവൻ ഒരു തച്ചൻ്റെ മകനായി അവസാന നാളികയിൽ ഒരു തോർത്തെടുത്ത് തൻ്റെ ഇടുപ്പിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് പിടിച്ച് കഴുകിക്കൊടുത്ത് അവൻ മരിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അവൻ ഉയർത്ത് അവൻ പിന്നെ മരിച്ചിട്ടേയില്ല. ആമേൻ. അതാണ് എളിയവർക്ക് കൃപ. എളിയവർക്ക് കൃപ. അവൻ വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. ആ പ്രത്യാശയിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ആമേൻ.